റോയൽ എൻഫീൽഡ് ബൈക്ക് ഉപയോഗിക്കുന്നൊരു മെയിൻ പ്രശ്നമാണ് പെട്ടെന്ന് ഈ സൈലൻസർ ഗ്യാസ്കറ്റ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകുന്നത്. ഈ സൈലൻസർ ഗ്യാസ്കറ്റ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ സ്റ്റോക്ക് കമ്പനി ഫിറ്റായിട്ട് വരുന്ന ടൈമിൽ തന്നെ നല്ല ടൈറ്റ് ആയിരിക്കും. ഇത് നമ്മൾ അറൗണ്ട് കുറച്ചൊരു 10,000 കിലോമീറ്റർ ഓടിച്ച് കഴിയുമ്പോൾ വണ്ടി ഇറക്കി കഴിഞ്ഞ് കുറച്ച് ഓടിച്ച് കഴിയുമ്പോഴത്തേനും ഇത് ലൂസായി തുടങ്ങും. പക്ഷേ നമ്മൾ ഓടിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും ഇത് ശ്രദ്ധിക്കുന്നത്. അപ്പോഴത്തേനും ഇത് കട്ടറിലും വീണ് അങ്ങനെയൊക്കെ വീണ് ഗ്യാസ്കറ്റ് ഡാമേജ് ആവും. പിന്നെ നമ്മളിത് ടൈറ്റ് ആക്കുമ്പോൾ ടൈറ്റ് ആവത്തില്ല. നല്ല ടൈറ്റാക്കി വെച്ചാലും ടൈറ്റ് ആവത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ലൂസാവും. ഇത് മൂലം വരുന്നൊരു കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ എയർ ലീക്ക് ഉണ്ടാകും. നമ്മുടെ സൈലൻസറിൻ്റെ എക്സോസ്റ്റ് ഗ്യാസ് വരുമ്പോഴത്തേന് എയർ ലീക്ക് വരും. പിന്നെ രണ്ടെന്ന് പറയുന്നത് നമ്മൾ സൈലൻസർ ലൂസായി തന്നെ ആയിരിക്കും എപ്പോഴും ഇരിക്കുന്നത്. ഈ സൈലൻസർ പിന്നെ ടൈറ്റ് ആക്കണമെങ്കിൽ നമുക്ക് ഗ്യാസ്കറ്റ് ഫുള്ള് റീപ്ലേസ് ചെയ്തേണ്ടി വരും. പിന്നൊരു മെയിനൊരു കംപ്ലയിൻ്റ് എന്ന് പറയുന്നതാണ് ഈ സൈലൻസറിന് ഒരു ചരിവ് വരും. ഈ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ചരിവാണ്. ഈ ചരിവ് കാരണം നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെയിൻ സ്പ്രോക്കറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഈ ടയർ പൊട്ടിയിട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ നേരം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഈ സൈലൻസർ ഭയങ്കരമായിട്ട് ചേർന്നൊക്കെ ആയിരിക്കും, സിങ്ങാമിൻ്റെയോട് ചേർന്നോ അല്ലെങ്കിൽ അങ്ങോട്ട് ചരിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും ഇത് ഗ്യാസ്കറ്റ് മാറ്റുമ്പോൾ ഇത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന ടൈമിലാണെങ്കിൽ തന്നെ ഇപ്പോൾ എയർ ലീക്ക് ഈ ഗ്യാസ്കറ്റിൻ്റെ സൈഡിൽ കൂടെ ഉണ്ടെങ്കിൽ കറക്റ്റ് എയർ കിട്ടത്തില്ല, എന്ന് വെച്ചാൽ എക്സോസ്റ്റ് ഗ്യാസ് കിട്ടത്തില്ല. ആ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേന് ഇതാവും. അപ്പോൾ നമുക്ക് മെയിൻലി ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഈ ഗ്യാസ്കറ്റ് ഡാമേജ് ഉണ്ടെങ്കിൽ മാറ്റുക, എന്നത് റിപ്ലേസ് ചെയ്യുക. കാര്യം എന്ന് പറഞ്ഞാൽ എയർ ലീക്ക് വരുമ്പോഴത്തേന് അറിയാലോ, സൗണ്ട് നമ്മുടെ വണ്ടിയുടെ സൗണ്ടിന് ഒരു വ്യത്യാസം വരും. സൈലൻസറിൻ്റെ ചരിവ് അങ്ങനെ ഏകദേശം ഇതാവും. പിന്നെ ടൈറ്റ് ആവത്തില്ല. നമ്മൾ എത്ര ടൈറ്റ് ആക്കിയാലും സൈലൻസർ ടൈറ്റ് ആവത്തില്ല. ഒരു ലൂസിങ് ഫീല്, കൈ കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടിയുടെ സൈലൻസർ കിടന്ന് വിറയ്ക്കും. അങ്ങനെ ഇഷ്യൂസ് കുറേ ഉണ്ട്.